ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോയുടെ പാഷൻ പ്ലസ് എന്ന വണ്ടി. അതിൻ്റെ കാർബറേറ്ററും ക്ലീൻ ചെയ്യുക, ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് വണ്ടി കേട്ടോ. നിലവിൽ നമ്മൾ ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്തു. ടാങ്കിനകത്ത് അങ്ങനെ വേറെ മേജറായിട്ടുള്ള തുരുമ്പോ കാര്യങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ കാണുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് കേട്ടോ. പ്രത്യക്ഷത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല കുറച്ച് കരടൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ പെട്രോളിൻ്റെ ടാപ്പ് അതിൻ്റെ ഉള്ളിലും കരണ്ടിരുന്നിട്ട് ചെറിയൊരു ബ്ലോക്ക് പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഈ പെട്രോൾ ടാപ്പ് വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റിയിടാം. കാർബറേറ്റർ അസംബ്ലി ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അഴിച്ചാണ്. കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു ക്ലാവ് പിടിച്ചാണ് പോലെ ഇരിക്കുന്നുണ്ടോ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പെട്രോളിൻ്റെ ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ തന്നെ മിസ്റ്റേക്കാണത്. കാരണം ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറയുമ്പോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളിൽ വരാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അലുമിനിയം ബോഡിയൊക്കെ ദ്രവിപ്പിക്കാൻ ഉള്ള ഒരു ടെൻഡൻസി ഉള്ളൊരു മെറ്റീരിയലാണത്. അത് ഈ 20% പെട്രോളിനകത്ത് ഇപ്പോൾ അത് മിക്സിങ് ആണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസൊക്കെയാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമൊക്കെ ശരിക്കും പൊടി പോലെ ഒന്ന് പിടിച്ചിരിക്കും, വെള്ള കളറിൽ പൊടി പോലെ വരും. ഇതുണ്ട. അപ്പോൾ അത് ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഈ അവസ്ഥയിലേക്ക്. അപ്പോൾ നമുക്ക് ഈ സ്ലോ ജെറ്റ് ഒന്ന് മാറ്റിയിടാം, കാരണം അത് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. അതിൻ്റെ ആ ഹോൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഹോളാണ്. അതിനകത്ത് എന്തെങ്കിലും വന്ന് ഇപ്പോൾ അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്ലോ സ്പീഡിലൊക്കെ നിൽക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും. അതേ വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ തന്നെ ഓഫായി പോകും. അങ്ങനത്തെ കംപ്ലൈൻറ്റൊക്കെ വന്നതിൻ്റെ ഒരു കാരണം അതാണ് കേട്ടോ. അപ്പോൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം, അപ്പോഴാണ് അതൊരുവിധം ഇതാവുള്ളൂ. പിന്നെ ഈ സ്ലോ ജെറ്റും മാറ്റിയിടാം. ശരിക്കും ഇപ്പോൾ ഈ ഇതേപോലെയൊക്കെ വന്ന കേസിൽ സ്വാഭാവികമായിട്ടും ഈ കാർബറേറ്ററിൻ്റെ ഈ ഓവർഫ്ലോ നീഡിൽ വന്ന ഭാഗത്തും ആ രീതിയിൽ തന്നെ ക്ലാവ് കാര്യങ്ങൾ വരും. ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് എടുത്ത് പോയതിനൊക്കെ നീ കാണണം കേട്ടോ. കാരണം ഒരു ശരിക്കും പറഞ്ഞാൽ ഈ അലുമിനിയം കലമൊക്കെ ഈർപ്പടിച്ച് ദ്രവിച്ചു പോണ പോലെ ഉള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് നിലവിൽ കേട്ടോ. നിലവിൽ നമ്മളിപ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്, സ്ലോ ജെറ്റ് മാറ്റിയിടുന്നുണ്ട്. ഈ പെട്രോളിൻ്റെ ടാപ്പ് കൂടി നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം, ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്യും. ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ വർക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാനത് പ്രകാരമാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ എടുക്കാം. നമുക്കൊരു 11-12 മണിക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കാം കേട്ടോ. കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ വിളിച്ചോളാം. ഓക്കെ.